ഗുഡ് മോർണിംഗ്. ആത്മിക ഹിയറിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ആർക്കൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഗൈഡൻസ് നമുക്ക് യൂണിവേഴ്സ് തരുന്നത്? നമുക്ക് കാർഡുകൾ നോക്കാം. ആരുടെയൊക്കെ എനർജിയാണ് ഇന്ന് എനിക്ക് കണക്റ്റ് ആയിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് 7 of Swords, 9 of Swords, എല്ലാം സോർട്സ് ആണല്ലോ. 10 of Swords, Page of Swords, 8 of Pentacles, the Sun, Knight of Wands, the Hierophant, 9 of Cups, Death. ആദ്യം ഇത് 7 of Swords ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആരെയോ നമ്മുടെ അടുത്ത ഒരു ചതി സംഭവിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ തന്നെ എന്തോ കൂടുതൽ ഒരുപാട് വിശ്വസിച്ച ആളിൽ നിന്നായിരിക്കാം. അടുത്ത നമ്മുടെ സ്വന്തം എന്ന് കരുതി നമ്മളെ ഒരുപാട് വിശ്വസിക്കുകയും നമ്മൾ സ്നേഹിക്കുകയും ചെയ്ത ആ വ്യക്തിയിൽ നിന്നായിരിക്കാം ഒരു ചതി സംഭവിച്ചിരിക്കുന്നു. ആ ഒരു ഇതാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച ആളെന്നല്ല, നമ്മൾ ഒരിക്കലും എന്നും നമ്മുടെ ചിലപ്പോൾ ഒരു പക്ഷേ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നും അങ്ങനെയൊക്കെ ഇങ്ങനെ ഇത് നമ്മൾ വിശ്വസിച്ച ഒരാളായിരിക്കാം. ആ ആളായിരിക്കും നിങ്ങളോട് ചതി ചെയ്തത്. നിങ്ങളിൽ നിന്നും നിങ്ങളുടെ എല്ലാം എടുത്ത് നിങ്ങളുടെ ആയുധങ്ങളൊക്കെ എടുത്ത് കടന്നു കളയുന്ന ഒരു എനർജിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ആരോ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ. അതിൽ നിന്ന് നിങ്ങൾക്ക് മുക്തനാവാൻ പറ്റിയിട്ടില്ല. ഒരുപാട് വേദനകൾ, വിഷമങ്ങൾ, നിങ്ങളത് ആലോചിച്ച് വീണ്ടും വീണ്ടും സങ്കടപ്പെടുന്നതും വേദന അനുഭവിക്കുന്നതൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. 9 of Swords. ഇത് നിങ്ങൾക്ക് ചെറിയ പക്ഷേ ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കാം. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് നിങ്ങൾ സ്വയം ആലോചിച്ച് നിങ്ങൾ വേദനിച്ച് അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ ആയിരിക്കും നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ ഇതിനധികം ആയുസ്സില്ല. അതാണ് അടുത്ത കാർഡ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ആ വേദനകൾ അവസാനിപ്പിക്കാൻ നിങ്ങൾ സ്വയം തീരുമാനിക്കുന്നു. എനിക്കിനി വയ്യ, ഈ വേദനയും കൊണ്ട് ജീവിക്കാൻ വയ്യ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നു. ആ ഒരു ഇതാണ്, അതിനൊരു അവസാനം ഉണ്ടായിരിക്കും. എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നാണ് ഈ കാർഡ് പറയുന്നത്. എങ്ങനെയാണെങ്കിലും നിങ്ങൾ ആ ഒരു വേദനയിൽ നിന്ന് കരകയറാൻ നിങ്ങളുടെ കരിയറിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു. അതാണ് ഈ പേജ് ഓഫ് സോഴ്സ് ഒക്കെ പറയുന്നത്. നിങ്ങളുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. നിങ്ങൾ അത് എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് അതിന് മുൻതൂക്കം കൊടുത്ത് നിങ്ങളുടെ കരിയറിൽ എന്ത് നേടിയെടുക്കണം, നിങ്ങളവിടെ ഒരു മികച്ചൊരു രീതിയിലേക്ക് പോകണം എന്നൊക്കെ ഈ കാർഡ് നിങ്ങളോട് കാണിക്കുന്നു. നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് തരുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ആ വേദനകളിൽ നിന്ന് മുക്തനായിരിക്കാം. ഇപ്പോൾ ഞാൻ ജെൻഡർലെസ് ആയിട്ടാണ് പറയുന്നത്. ആണായാലും പെണ്ണായാലും നിങ്ങൾക്ക് ഈ ഒരു എനർജി വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തി എന്തായാലും നിങ്ങൾ ആ ഒരു ഫോക്കസിലേക്ക്, നിങ്ങളുടെ ജോലിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സമയമായിരിക്കുന്നു. അത് തന്നെ അടുത്ത കാർഡും കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കരിയറിലേക്ക് ശ്രദ്ധിക്കുക, കൂടുതൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ വ്യക്തിപരമായി ഉയരാൻ നിങ്ങൾ ശ്രമിക്കുക. അതിനെന്തൊക്കെയാണ് വേണ്ടത് എങ്കിൽ അതൊക്കെ ചെയ്യുക. ചതിച്ചു പോകുന്നവർ പോകട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയിലിരിക്കുക. പിന്നെയും വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ തുടക്കങ്ങൾ വരുന്നു. സണ്ണാണ് പുതിയ ആളുകൾ, പുതിയ നല്ല നമ്മുടെ ചേർത്ത് പിടിക്കാൻ പറ്റിയ ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പുതിയ അവസരങ്ങൾ വരും. എല്ലാം ഒരു പുതിയ ഒരു സൂര്യോദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പോലെ ആ ഒരു പ്രകാശപൂരിതമായ ദിവസങ്ങളാവട്ടെ ഇനി. അങ്ങനെയുള്ളൊരു എനർജിയിലേക്ക് നിങ്ങൾ പോകുന്നതാണ് ഈ കാർഡ് കാണിച്ചിരിക്കുന്നത്. നൈറ്റ് ഓഫ് വൺസ് ആയാലും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ പാഷനുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഇതുവരെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത പല ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കാം. അതിലെല്ലാം
നേടിയെടുക്കാനും ചിലപ്പോൾ പണ്ട് നമുക്ക് സാധിക്കാതിരുന്ന പല കാര്യങ്ങളും ഒരു പ്രായം കഴിഞ്ഞാലായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക. അതൊക്കെ ചെയ്യണം എന്നുള്ള അവസരങ്ങളുണ്ടാവുക. അപ്പോൾ അതിനൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുക എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. അടുത്തതായാലും ഹിറോഫൻ്റ് വരുന്നത് നമുക്കൊരു ബ്ലെസ്സിങ്സ് ദൈവികമായൊരു ബ്ലെസ്സിങ്സ് ഉണ്ടാവും. നമ്മൾ നമ്മുടെ കരിയറിൽ, നമ്മുടെ ഇഷ്ടങ്ങളിൽ, നമ്മുടെ സ്വന്തം കഴിവിലൊക്കെ വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവികമായ ഒരു നമ്മുടെ കൂടെ ഈ പ്രപഞ്ചം തന്നെ നമ്മുടെ കൂടെ നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് നമുക്ക് യൂണിവേഴ്സ് തരുന്നത്. ഈ 9 ഓഫ് കപ്സ് ആയാലും നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളഞ്ഞ് നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ കണ്ടെത്താനും നിങ്ങൾ എങ്ങനെയാണെന്ന് തിരിച്ചറിയാനും നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട്, സ്വയം കണ്ണാടിയുടെ മുന്നിൽ നോക്കിയിട്ട് ഞാൻ കൊള്ളാം, എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ഞാൻ എന്തിനു വിഷമിക്കണം എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ഉയരും എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. അവസാനമായി കിട്ടിയിരിക്കുന്ന ഡെത്ത് കാർഡാണ്. എല്ലാത്തിനും ഒരു പരിസമാപ്തി കുറിക്കുന്ന, എല്ലാറ്റിൽ നിന്നും ഒരു മാറ്റം, നിങ്ങൾ ഒരു അടിമുടി ഒരു മാറ്റത്തിലേക്ക് പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്കും നിങ്ങളുടെ മനസ്സിനും ഒരു വല്ലാത്തൊരു മാറ്റം ഉണ്ടായിരിക്കും. എല്ലാ വിഷമങ്ങളും ദൂരെ എറിഞ്ഞ് നിങ്ങളൊരു പുതിയൊരു ഒരു റീബർത്താണ് ഇനി നിങ്ങളതിന് ജീവിതത്തിലേക്ക് ഉണ്ടാവുക. അങ്ങനെ ഒരു എനർജി ആയിരുന്നു ഇന്ന് കണക്റ്റ് ആയുള്ളത്. നമുക്കൊരു ഒറക്കിൾ മെസ്സേജ് കൂടി നോക്കാം. They will be back. Expect to hear from them soon. ഇത് നിങ്ങളെ വേദനിപ്പിച്ച ആളുകൾ വരുന്നു എന്നാണ്. അത് ചിലപ്പോൾ അത് നിങ്ങൾ എന്തായാലും അവർ വരികയോ എന്ത് വേണമെങ്കിലും ആവട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലിരിക്കണേ നല്ലത്. കാരണം നിങ്ങളുടെ വേദന, നിങ്ങളുടെ വിഷമം നിങ്ങളാണ് അനുഭവിച്ചത്. നിങ്ങളുടെ ഹൃദയവേദന അത് മറ്റാർക്കും അറിയില്ല, നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ആ വേദനയിലൂടെ കടന്നു പോയതിൻ്റെ എങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർ ആ ഒരു ഇതിന് കാത്തിരിക്കാതെ നിങ്ങളുടെ കരിയറായിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോവുക. ജീവിതം, നിങ്ങളുടെ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. പിന്നെ റീഡിങ് ഇഷ്ടമായവർ, റെസനേറ്റ് ആയവർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.